മലപ്പുറം വിഭജനം എന്ന ആവശ്യം കേരളത്തിൽ പലതവണ പല സംഘടനകൾ ഉന്നയിച്ചതാണ്. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് സമസ്ത. ഇന്ന് നടക്കുന്ന സമസ്ത ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ ആവശ്യത്തോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് പ്രധാനം. മലപ്പുറം ജില്ലാ വിഭജനത്തെ BJP പൂർണ്ണമായും നേരത്തെ തന്നെ എതിർക്കുന്നുണ്ട്. സമസ്ത സമ്മേളനം പ്രമേയത്തിലൂടെയായിരുന്നു ജില്ലാ വിഭജന ആവശ്യം മുന്നോട്ട് വെച്ചത്. കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ഭരണനിർവഹണത്തിലെ വെല്ലുവിളിയും പരിഗണിച്ച് ജില്ലകളുടെ പുനർനിർണയം അനിവാര്യമായിരിക്കുകയാണ്. 45 ലക്ഷത്തിലധികം ജനങ്ങളുള്ള മലപ്പുറം ഉൾപ്പെടെയുള്ള വലിയ ജില്ലകളിൽ ഭരണയന്ത്രം കാര്യക്ഷമമായി ചലിപ്പിക്കുന്നതിനും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുന്നതിനും ജില്ലകളുടെ പുനർനിർണയം അത്യന്താപേക്ഷിതമാണ്. ഭൂപ്രകൃതിയും യാത്രാക്ലേശവും കണക്കിലെടുത്ത് ഇടുക്കി, എറണാകുളം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലും അത്തരം പ്രശ്നങ്ങളുണ്ട്. 39 പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെ പരിധിയിൽ 38 ജില്ലകൾ നിലനിൽക്കുന്ന തമിഴ്നാട്ടിനെ കേരളത്തിന് മാതൃകയാക്കാവുന്നതാണ്. പുതിയ ജില്ലകൾ വരുന്നതോടെ സിവിൽ സ്റ്റേഷനുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കുകയും പിന്നാക്ക പ്രദേശങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുകയും ചെയ്യും. ആയതിനാൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറം ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലകളുടെ പുനർനിർണയം യാഥാർത്ഥ്യമാക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒത്തൊരുമിച്ച് രംഗത്തിറങ്ങണമെന്ന് സമസ്ത 100ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെടുന്നു. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിലാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ വിഷയം ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിക്കാൻ ഭരണ പ്രതിപക്ഷം ഒരുപോലെ തയ്യാറാകണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് എന്നും സമസ്തയുടെ വോട്ടുകൾ ഇരു മുന്നണിക്കും പ്രധാനപ്പെട്ടതാണ് എന്നതുമാണ് അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. മലപ്പുറം വിഭജനം എന്നത് ശാസ്ത്രീയമായ ആവശ്യം എന്നതാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ്. ആ ജില്ലയെ വിഭജിക്കുമ്പോൾ മാത്രമാണ് ആ ജനസംഖ്യയ്ക്ക് ആനുപാതികമാകുന്ന തരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാവൂ എന്നതാണ് സമസ്ത മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്. സമസ്ത ഇങ്ങനെ ഒരു ആശയം സജീവമാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. 100ാം വാർഷികത്തിൽ ആണ് ഇങ്ങനെയൊരു വിഷയം ഉന്നയിക്കുന്നത് എങ്കിൽ പോലും മലപ്പുറം ജില്ലാ വിഭജനം എന്ന വിഷയത്തെ സമസ്ത സജീവമാക്കുമ്പോൾ നമ്മൾ ഉയർത്തുന്ന സംശയം ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടുകൾ ആയിരിക്കും സ്വീകരിക്കാൻ പോവുക എന്നതാണ്. പ്രത്യേകിച്ച് സമസ്തയുടെ വോട്ടുകൾ എന്നത് ഇരു മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്ന സാഹചര്യമാണുള്ളത്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ വെട്ടിലാകുന്ന പശ്ചാത്തലം ആണോ ഇപ്പോൾ ഉള്ളത്? മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ പ്രതികരണം എന്താണ്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടതുമുന്നണിയോട് അകന്നു നിൽക്കുന്നു ന്യൂനപക്ഷം എന്ന പൊതുവിലയിരുത്തലുണ്ട്. UDFന് അനുകൂലമാകുന്നു ന്യൂനപക്ഷം എന്ന പൊതുവിലയിരുത്തലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്തയുടെ നിലപാടിനോട് എന്ത് സമീപനം ഇരു രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കും എന്നത് രാഷ്ട്രീയ കേരളം പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ഒപ്പം KV ബൈജുവും ആണ് ചേരുന്നത്. അനുമോദിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ്, ബൈജു, ഇന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട വാർഷിക ചടങ്ങിൽ എന്നുള്ളതാണ്. 2 വിഷയങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, കേരളത്തിൽ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ജമാഅത്തെ, മറ്റൊന്ന് സമസ്തയുടെ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം. ആ വിഷയത്തിൽ ഇരു നേതാക്കളുടെയും ഭാഗത്ത് നിന്നൊരു പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എപ്പോഴാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഈ ചടങ്ങിൻ്റെ ഭാഗമാകുന്നത്? അഭിലാഷ്, വൈകിട്ട് 4 മണിക്കാണ് സമസ്തയുടെ 100ാം വാർഷികാഘോഷത്തിന്റെ സമാപന പരിപാടി നടക്കുന്നത്. ഈ പൊതുസമ്മേളനം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും ഒരേ വേദിയിൽ എത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇതിൽ അതായത് ബൈജു, ഒരേ സമയത്ത് ആണ് ഇവർ രണ്ടുപേരും വേദിയിലേക്ക് എത്തുന്നത് അല്ലേ? അതെ, ഒരേ സമയത്ത് അവർ വേദിയിലുണ്ട്. അത് മാത്രമല്ല, 2 പ്രധാനപ്പെട്ട വിഷയം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടതും
മലപ്പുറം വിഭജനവും. ഈ രണ്ട് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പ്രതികരിക്കുമോ? ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു പരാമർശം ഉണ്ടാകുമോ? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നതും. പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങുമെന്ന് ഒക്കെ പറഞ്ഞ വി.ഡി. സതീശൻ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു ചർച്ചയ്ക്കും തുടക്കമിട്ടത്. അതേ കാസർഗോഡ് നിന്ന് തന്നെയാണ് സമസ്തയുടെ സമ്മേളനത്തിൽ പൂർണ്ണമായും ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിക്കൊണ്ട് അവർ രംഗത്ത് വരുന്ന പ്രമേയം വന്നതും. അതിനൊപ്പമാണ് മലപ്പുറം ജില്ലാ വിഭജനം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ വിഷയത്തിൽ സ്വാഭാവികമായും നേരത്തെ നടന്ന ഒരു ചർച്ചയാണ്. പക്ഷേ അതിന് വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തി നിൽക്കെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും സമസ്ത തുടക്കമിട്ടു എന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും അതോടൊപ്പം സമസ്ത ഒന്നുകൂടി കടന്ന് പാലക്കാടും എറണാകുളവും ഇടുക്കിയും ഈ ഒരു സമാന രീതിയിലുള്ള ഒരു വിഭജനം ആവശ്യമാണ്. ജനസംഖ്യാ വർധനവ് ചൂണ്ടിക്കാട്ടിയാണ് അത് പ്രധാനമായും സമസ്ത ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം വ്യക്തമാക്കിയത്. 45 ലക്ഷത്തോളം ആളുകൾ മലപ്പുറത്തുണ്ട്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നത്. അതോടൊപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് ഒറ്റ സ്വരത്തിൽ നിൽക്കണം, ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തി ഇത് നടപ്പിലാക്കണമെന്നും പറയുന്നു. ഏതായാലും വളരെ ശ്രദ്ധേയമായ ഒരു സമ്മേളനമായി ഇന്ന് മാറുന്നത്. ഈ രണ്ട് നേതാക്കളും എന്താണ് ഈ സമ്മേളനത്തിൽ അവർ എന്താണ് പ്രതികരിക്കുന്നതെന്നാണ്. ഇതിൽ പ്രതികരിക്കില്ലെങ്കിലും അത് വലിയ തോതിലുള്ള വാർത്തയായി തന്നെ മാറും എന്നതാണ് ഏറ്റവും പ്രധാനം. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.